ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. പല തരത്തിലുള്ള ആഘോഷം വന്നാലും ഒരിക്കലും ഒരു ആഘോഷവും ക്രിസ്മസ് പോലെ ആവാറില്ല. ഈ കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എങ്ങനെ ആഘോഷിക്കാം, അതിനെക്കുറിച്ചുള്ള 5 പോയിൻറ്റ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഞാൻ ക്രിസ്മസിൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ആദ്യം കാണുക. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കേക്കിനെ പറ്റിയിട്ടാണ്. ക്രിസ്മസ് കേക്ക് ഇല്ലാതെ ഒരു ക്രിസ്മസും പൂർണ്ണമാകുന്നില്ല. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഒരു ക്രിസ്മസ് കേക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ 10,000-ൽ കൂടുതൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പീസ് കാണാം. ചിലത് ഹെൽത്തി കേക്ക് എന്ന് കാണാം, ചിലത് ഷുഗർ ഫ്രീ റെസിപ്പീസ് എന്ന് കാണാം. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ എല്ലാ കേക്കിലും ഷുഗർ ഇല്ലാതെ ഒരു കേക്ക് സ്വീറ്റ് ആവില്ല. അതുകൊണ്ട് ഷുഗർ ഫ്രീ കേക്ക് നോക്കി നടക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കുക. പുറത്തുനിന്ന് കേക്ക് കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണിത്. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളൊരു കേക്ക് നിങ്ങൾ തന്നെ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മെമ്മറി നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് ഹെൽത്തിയുമായിരിക്കും. പക്ഷേ ഒരു പീസ് കഴിക്കേണ്ട ആൾക്കാർ, പ്രത്യേകിച്ച് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ള ആൾക്കാർ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പീസ് എടുക്കുന്നതിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക. ആ ഒരു സമയം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത് ഭക്ഷണത്തിനെ കുറിച്ചാണ്. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ക്രിസ്മസ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് അത് മറന്നു പോകരുത്. നിങ്ങളുടെ വയറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. രണ്ടാമത്തെ സ്പൂണാവട്ടെ, രണ്ടാമത്തെ പീസാവട്ടെ, ആ ഒരു കാര്യം സെക്കൻഡ് ടൈം എടുക്കുന്ന കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങളുടെ നോർമൽ സ്നാക്ക് ടൈമിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ബേക്കറിയിൽ നിന്നും ഫ്രൈ ചെയ്തിട്ടുള്ളതും ബേക്കറി സ്വീറ്റ്സും അതിനൊക്കെ പകരം നട്ട്സും ഫ്രൂട്ട്സും ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്നാക്സ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ട് മുറിച്ച് വെച്ചിട്ട് തന്നെ കഴിക്കാം. നിങ്ങൾക്ക് അതിലുള്ള ഫൈബർ കണ്ടൻറ്റും കൂടി കിട്ടും. നിങ്ങൾ ജ്യൂസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നിങ്ങളത് അരിക്കുന്ന സമയത്ത്, ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള നാരും അതിലുള്ള ഫൈബർ കണ്ടൻറ്റ് എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെക്കാട്ടി നല്ലതാണ് നിങ്ങൾക്ക് അതും കൂടി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ റോ ഫ്രൂട്ട് ആക്കി ഫ്രഷ് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വെള്ളം കുടിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇത് വിൻ്റർ സമയമാണ്, തണുപ്പുള്ള സമയമാണ്. അധികം ആൾക്കാരും വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ യൂറിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. സാധാരണ എത്രയാണോ വെള്ളം കുടിക്കുന്നത് അത് അതേപോലെ തന്നെ ഈ സമയത്തും കുടിക്കുക. നിങ്ങളുടെ ഹോളിഡേ സമയത്ത് പനിയും മൂത്രത്തിലെ പഴുപ്പും യൂറിൻ ഇൻഫെക്ഷൻ വരാതെ നോക്കാൻ ഈ ഒരൊറ്റ വഴിയുള്ളൂ. മൂന്നാമത്തേത് പറയാനുള്ളത് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഷോപ്പിംഗ് ഇല്ലാതെ ഒരു ക്രിസ്മസ് ഹോളിഡേയ്സും പൂർണ്ണമാവില്ല. പക്ഷേ ഷോപ്പിങ്ങിന് വേണ്ടി പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കൊല്ലത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കോവിഡിൻ്റെ സ്ട്രെസ്സിലാണ്, കോവിഡ് ഫറ്റീഗിലാണ്. അപ്പോൾ അതിനൊന്ന് ബ്രേക്ക് എടുക്കാൻ നിങ്ങൾ വീട്ടിൽ നിന്നും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാർ ഒന്ന് ബ്രേക്ക് എടുക്കാൻ ഒരു വെക്കേഷന് പോകുന്നത് നല്ലതായിരിക്കും. ഒന്ന് ജസ്റ്റ് വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ടൂറിന് ഒന്ന് പ്ലാൻ ചെയ്യുക. ഫാമിലി ടൂർ പ്ലാൻ ചെയ്ത് ഒരു ഡെലിബറേറ്റ് ആയിട്ട് ഒരു വെക്കേഷൻ എടുക്കുക. അത് നിങ്ങളുടെ സ്ട്രെസ്സ് ബ്രേക്ക് ചെയ്യാനും നിങ്ങളുടെ ടെൻഷൻ റിലീവ് ചെയ്യാനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ പുറത്ത് പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കണം. കൈയിൻ്റെ വൃത്തി, കൈ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന കാര്യം ഓർത്തിരിക്കുക. വാക്സിൻ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചുമയും പനിയും ജലദോഷവും ഒക്കെ ഉള്ള ഒരാളുടെ അടുത്ത് നിന്നും കുറച്ച് അകലം എന്തായാലും പാലിച്ച് നിൽക്കുക. നാലാമത്തെ പോയിന്റ് കോവിഡിൻ്റെ വാക്സിനെ കുറിച്ചാണ്. കോവിഡുള്ള സമയത്ത് എങ്ങനെ ആഘോഷിക്കുക എന്നുള്ളത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിൽ പല ഭാഗത്തും ഇപ്പോൾ കോവിഡ് വാക്സിൻ എത്തിക്കഴിഞ്ഞു. കോവിഡ് വാക്സിൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഹെൽത്ത് കെയർ വർക്കറാണ്, നിങ്ങളൊരു ഡോക്ടറോ നഴ്സോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും US, യൂറോപ്പിൽ അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഇപ്പം വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 ഡോസും കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. വാക്സിൻ വെക്കണോ വേണ്ടേ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈസറിൻ്റെ വാക്സിൻ, ആസ്ട്രാസെനിക്കേൻ്റെ വാക്സിൻ, മൊഡേണയുടെ വാക്സിൻ, ഈ എല്ലാ വാക്സിനെ കുറിച്ചും നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ വീഡിയോസും വാക്സിൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഇനി വാക്സിൻ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സമയത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാക്സിൻ വന്നു കഴിഞ്ഞാൽ പോലും തന്നെ
ഒരു പോപ്പുലേഷൻ്റെ 70% ആൾക്കാർക്കും വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കോവിഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വാക്സിൻ എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ച് ഡൗട്ട് അടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. വാക്സിൻ അത്യാവശ്യമാണ്. അത് റീഇൻഫെക്ഷൻ ഉണ്ടായാലും പുതിയ കോവിഡ് സ്ട്രെയിൻ ആണെങ്കിലും എന്ത് പുതിയ സംഭവം വന്നു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോവിഡിൻ്റെ വാക്സിൻ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വെക്കുക. അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന കാര്യം വിട്ടുപോകരുത്. 7 മുതൽ 9 മണിക്കൂർ വരെ എന്തായാലും ഉറങ്ങുക. പുതിയൊരു ശീലം നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. പുതിയൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. അത് എക്സസൈസ് ചെയ്യുന്ന കാര്യമാവട്ടെ, മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യമാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും. നമ്മൾ സ്വന്തം മാറി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെ കാര്യത്തിൽ ഇടപെടാനും ബാക്കിയുള്ളവരെ നന്നാക്കാനും സാധിക്കുകയുള്ളൂ. അത് കുട്ടികളുടെ കാര്യമാവട്ടെ, നമ്മളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യമാവട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നല്ലതാക്കാൻ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ജാനുവരി 1-ാം തീയതി മുതലെങ്കിലും ചെയ്തു തുടങ്ങുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം തന്നെ കോവിഡിൻ്റെ കാര്യം ആലോചിച്ച് അധികം ആൾക്കാരും സ്ട്രെസ്ഡ് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് സമയത്ത് ഫാമിലിയിലുള്ള മറ്റാൾക്കാരെ കാണുമ്പോൾ ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഫാമിലി മീറ്റിൻ്റെ സമയത്ത് ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകാതിരിക്കുക, വെറുതെ വഴക്ക് കൂടാതിരിക്കുക, എല്ലാ സമയത്തും ചിരിക്കുക. ഓൾവേസ് ബി കൈൻഡ് ആൻഡ് പോസിറ്റീവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ. വിഷിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു എ മെറി ക്രിസ്മസ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. Take care, stay healthy, and thank you so much for watching. Bye.